നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയിട്ട് 78 വർഷം കഴിഞ്ഞു. നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിനെ ബ്രിട്ടീഷ് മേൽക്കോയ്മയായിട്ട് ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും തന്നെ കാണുന്നത്. അതിൽ നിന്നുള്ള ഒരു മേൽക്കോയ്മയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ളൊരു ധാരണയാണ് നമ്മളെല്ലാവരിലും പലപ്പോഴും വ്യക്തി എന്ന നിലയിലും സമൂഹം എന്ന നിലയിലും നമ്മളെ ഒരു പരിധിവരെ നിർണ്ണയിക്കുന്നത്. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണോ? നമസ്കാരം. നമ്മൾ പലപ്പോഴും പല വാക്കുകളെയും, ശരിക്കും മലയാളത്തിലെ തന്നെ വാക്കുകളെ നമ്മൾ പലപ്പോഴും അതിൻ്റെ അർത്ഥത്തെ ഗ്രഹിക്കുന്നത് ഇംഗ്ലീഷ് പരിഭാഷയിലൂടെയാണ്. അതല്ലെങ്കിൽ ചരിത്ര സംഭവങ്ങളുമായിട്ട് ചേർത്ത് വെച്ചു. ഉദാഹരണത്തിന് സ്വാതന്ത്ര്യം തന്നെ നമ്മളുടെ ചരിത്രവുമായി ചേർത്ത് വെച്ചിട്ട്, ബ്രിട്ടീഷ് മേൽക്കോയ്മയായിട്ട് ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. പിന്നീട് നമ്മൾ വാക്കിലൂടെ ഫ്രീഡം, ഇൻഡിപെൻഡൻസ് എന്നുള്ള ഒരു ഇംഗ്ലീഷ് പദത്തിലൂടെയാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിനെ തിരിച്ചറിയുന്നത്. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആ ഒരു പരിമിതമായ അർത്ഥം, അതല്ലെങ്കിൽ ഒരു അടിച്ചമർത്തലുകളോ ബാഹ്യ നിയന്ത്രണങ്ങളോ ഇല്ലാത്ത ഒരവസ്ഥ, സ്വയം സ്വതന്ത്രമായ ഒരവസ്ഥ, അത് മാത്രമാണോ സ്വാതന്ത്ര്യം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും നമ്മളൊരു വാക്കിൻ്റെ അർത്ഥം മനസ്സിലാവുമ്പോൾ മാത്രമാണ് അതിൻ്റെ വ്യാപ്തിയിലേക്കും അതിൻ്റെ സാധ്യതകളിലേക്കും നമുക്ക് പോകാൻ കഴിയുക. പലപ്പോഴും ഈ വാക്കുകളുടെ അർത്ഥത്തിൻ്റെ വ്യാപ്തിയും ആഴവും പരപ്പുമൊക്കെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ വെറും പൊള്ളയായ വാക്കുകളായിട്ട് അത് മാറുകയും അത് ഒരുതരം വഴിപാട് പോലെ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിൽ വരും. അത്തരം സന്ദർഭങ്ങളിലാണ് അതിൻ്റെതായിട്ടുള്ള ആ വാക്ക് വഹിക്കുന്ന ആ വ്യാപ്തി, അർത്ഥവ്യാപ്തിയുടെ സർഗാത്മകത അല്ലെങ്കിൽ അതിൻ്റെ സാധ്യത നമുക്ക് അറിയാനും അന്വേഷിക്കാനും ഒന്നും കഴിയാതെ വരുന്നു. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് രണ്ട് വാക്കുകളുടെ ചേർച്ചയിൽ നിന്നുണ്ടായി. ഒന്ന് സ്വ, രണ്ട് തന്ത്ര. സ്വ എന്ന് പറഞ്ഞാൽ സ്വന്തം, സ്വയം എന്നൊക്കെ ഉള്ളതാണ്. തന്ത്ര എന്ന് പറയുന്നത് ഒരുപാട് അർത്ഥ തലങ്ങളുള്ളതാണ്. തന്ത്ര എന്നുള്ള വാക്കിന് ഈ പറയുന്നതുപോലെ ഉത്തരവാദിത്വം, അധികാരം, അതേപോലെ ചട്ടക്കൂട്, വ്യവസ്ഥ, വിജ്ഞാന വ്യാപനത്തിനുള്ള വഴികൾ, ഇങ്ങനെ വ്യാപകമായ അർത്ഥങ്ങൾ ഈ തന്ത്ര എന്നുള്ള വാക്കിന് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഉള്ളതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം പറഞ്ഞാൽ സ്വയം ഉത്തരവാദിത്വത്തിൽ, ഒരു വ്യക്തി സ്വയം ഉത്തരവാദിത്വത്തിലേക്ക് ഉയരുകയും അവന്റെ ജീവിതത്തിനെ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിനെ സ്വന്തം ഉത്തരവാദിത്വമാക്കി കാണുകയും തൻ്റെ ജീവിതത്തിൻ്റെ മേൽ താൻ തന്നെ അധികാരം സ്ഥാപിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. എന്നിട്ട് ആ ചട്ടക്കൂടിൽ തൻ്റെ തന്നെ വാസനകളെ, തൻ്റെ തന്നെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് ഉണർത്തി അതിനെ വികസിപ്പിച്ച് തൻ്റെ സുഖത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് അതിനെ സർഗാത്മകമായിട്ട് എങ്ങനെ നമ്മുടെ ചുറ്റുപാടുകളെ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് ഗുണമുണ്ടാവുകയും നമുക്ക് സുഖമുണ്ടാവുകയും ചെയ്യുന്ന രീതിയിൽ എങ്ങനെ ജീവിക്കാൻ കഴിയുന്നു, അതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ഈ അർത്ഥവ്യാപ്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഈ അർത്ഥവ്യാപ്തിയെ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ വെറും നമ്മൾ സ്വാതന്ത്ര്യത്തിനെ നമുക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ നിയന്ത്രണങ്ങളില്ലാത്ത ഒരവസ്ഥയാണ് സ്വാതന്ത്ര്യം എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമുക്ക് വരുന്നു. അവിടെ സംഭവിക്കുന്നത് ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു സവിശേഷമായ വ്യക്തി ഗുണത്തെയും അതേപോലെ തന്നെ സാമൂഹികമായി ഉണ്ടാവേണ്ട ബോധത്തെയും, സാമൂഹിക ബോധം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഉത്തരവാദിത്വം എന്ന അടിസ്ഥാന ഘടകം ഒരു വ്യക്തിയിലോ ഒരു സമൂഹത്തിലോ പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സാമൂഹികമായ ഒരു കാഴ്ചപ്പാട് ഒരു വ്യക്തിയിലും ഉണ്ടാവുകയില്ല. അപ്പൊ ഈ വ്യക്തിയെ ഉത്തരവാദിത്വത്തിലേക്ക് വരുമ്പോഴാണ് ഏത് പ്രശ്നം കാണുമ്പോഴും ഇതിനെ എങ്ങനെ എനിക്ക് പരിഹരിക്കാൻ കഴിയും, ഇത് എനിക്കൊരു വിഷയം ഉണ്ടാവുകയാണെങ്കിൽ, അത് സാമൂഹികമായിട്ടുള്ള വിഷയമാണെങ്കിലും വ്യക്തിപരമായ വിഷയമാണെങ്കിലും ഇത് എൻ്റെ ഒരു വിഷയമാണെന്ന് തിരിച്ചറിയുമ്പോൾ അവിടെ ആ വ്യക്തി ആ വിഷയത്തിലേക്ക് ഉത്തരവാദിത്വത്തിലേക്ക് നമ്മൾ ഉയരുകയാണ് ചെയ്യുന്നത്. ഗാന്ധിജി അതാണ് ചെയ്തത്. ഗാന്ധിജി അതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ്. അപ്പൊ ഈ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് ഉയരുന്ന സമയത്ത് എന്ത് വിഷയവും തൻ്റെ ഉത്തരവാദിത്വമാണെന്ന് കാണുമ്പോൾ ഒരിക്കലും അവിടെ മറ്റൊരു വ്യക്തിയെ കുറ്റപ്പെടുത്തുകയോ അതല്ലെങ്കിൽ മറ്റൊരാളുടെ ഉത്തരവാദിത്വം ഇല്ലായ്മ കൊണ്ടോ ആണ് ഒരു സംഗതി സംഭവിച്ചിരിക്കുന്നത് എന്ന് ഉള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് പോവുകയും ചെയ്യത്തില്ല. ഈ കുറ്റപ്പെടുത്തൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ മറ്റൊരാളെ ആരോപിക്കുക എന്ന് പറയുന്നത് അതൊരു ഹിംസാത്മകമായ ഒരു പ്രക്രിയയാണ്.
അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്ന് മാത്രമല്ല, നിലവിലുള്ള അവസ്ഥയെ കൂടുതൽ മോശമാക്കുകയും വഷളാക്കുകയും ചെയ്യും. അത് സ്വന്തം കാര്യമാണെങ്കിലും സാമൂഹികമായിട്ടുള്ള കാര്യമാണെങ്കിലും. അപ്പൊ ഇവിടെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ടുള്ള അവസ്ഥയെ മനസ്സിലാക്കുകയും ആ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയുകയും എന്തുകൊണ്ട് ആ അവസ്ഥ ഉണ്ടായി എന്നുള്ള കാരണത്തിലേക്ക് പോവുകയും ആ കാരണത്തെ തിരിച്ചറിഞ്ഞ് എങ്ങനെ അത് ഉണ്ടാകാതിരിക്കാനുള്ള കാരണം, ആവശ്യമായ ഘടകം എന്താണ്, അത് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു അവശ്യ ഘടകത്തിന്റെ സാന്നിധ്യം ഏതാണെന്ന് തിരിച്ചറിയുകയും ആ സാന്നിധ്യത്തെ ഉണർത്തുകയും ചെയ്യുമ്പോഴാണ് പുതിയൊരു അവസ്ഥയിലേക്ക്, നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയത് അവിടെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിനെയാണ് സൃഷ്ടിപരത എന്ന് പറയുന്നത്. ഇത് ഓരോ നിമിഷവും, കാരണം ചരിത്രം അതേപടി ആവർത്തിക്കും എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ പറയുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഒരു നിമിഷവും അതേപടി ഈ പ്രപഞ്ചം ഉണ്ടായതിനു ശേഷം ആവർത്തിക്കപ്പെടുന്നില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. അത് നമ്മളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ തന്നെ അറിയാം. നമുക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒട്ടനവധി കാര്യങ്ങൾ ബാഹ്യമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ പലതിൻ്റെ ആവർത്തനങ്ങൾ പോലെ തോന്നും. പക്ഷെ ഒരിക്കൽ പോലും എങ്ങനെയാണ് ഒരു നദിയിൽ ഒരു ഓളവും അതേപടി വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കുന്നത്, അതേപോലെ ഓരോ നിമിഷവും പുതിയതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുതിയതിനെ കണ്ടെത്തുന്നതിന് അല്ലെങ്കിൽ ആവശ്യമായ ഘടകമാണ് ഈ ഉത്തരവാദിത്വവും അതിൽ നിന്നുണ്ടാവുന്ന സ്വാതന്ത്ര്യവും. അപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർഗാത്മകതയുടെ, സൃഷ്ടിപരതയുടെ മറ്റൊരു പര്യായമായിട്ട് വേണമെങ്കിൽ കാണാം. അതിൻ്റെ ഉദാഹരണമാണ് നമ്മളുടെ മുമ്പിൽ ഗാന്ധിജിയിലൂടെ കണ്ടതും അതോടൊപ്പം തന്നെ ദേശീയ പ്രസ്ഥാനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ മുഴുവൻ കണ്ടതും അതിൻ്റെ സർഗാത്മകതയും. ആ സർഗാത്മകതയിൽ മാത്രമാണ് ഹിംസ മാറി നിൽക്കുകയും അഹിംസ പ്രകടമാവുകയും ചെയ്യുന്നത്.